ആയാലും ഇവിടെ ഈ ചില ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? ഈ സുരേഷ് ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കുന്നത്? അച്ഛനുണ്ട് കൂടെ. അച്ഛനുണ്ട്. ഇപ്പോ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ എന്തിനു കൈവശം വെച്ച എന്തെങ്കിലും വിവരമുണ്ടോ? രാവിലെ ഇന്നിപ്പോ പോലീസുകാർ വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് എന്താ പോലീസുകാർ നിൽക്കുന്നത് ഇവിടെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മറ്റേ സ്ഫോടക വസ്തുക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നു പന്നി പിടിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കിട്ടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ രാത്രി പന്നി പിടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ സാർമാരെ ചോദിച്ചപ്പോൾ ഇപ്പോൾ കൂടെ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കിന്റെ അവിടുത്തെ ഇപ്പോൾ പുതിയ സ്റ്റോപ്പായി ഭാഗത്ത് അവിടെ താമസം. അവരും ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ അവരൊക്കെ ഈ ഭാഗത്തുള്ള ആളുകളാണോ? ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ ഞങ്ങൾ കണ്ടതാണ്. അത് സാക്ഷി ഒപ്പിടാൻ സാറുമാരുടെ ബന്ധത്തിന്റെ പേരിൽ നമുക്ക് അറിയുന്ന കാരണം ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അവരിനെ മറ്റേ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തതാണ്. ഈ BJP പ്രവർത്തകനാണ് ഉണ്ണികൃഷ്ണൻ? ഞാൻ BJP പ്രവർത്തകനാണ്. അദ്ദേഹം പ്രത്യേക പാർട്ടി ഇതൊന്നുമില്ല. അവർ മറ്റേ കാരണം ചോദിച്ചാൽ വോട്ടർ പട്ടികയിൽ വോട്ട് പേരുണ്ടെന്ന് അറിയാത്ത കേസാണ്. വീടും ഇതും കണ്ടാൽ തന്നെ അറിയാം ഒരാൾക്കും ഒരു പ്രവർത്തനവും ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഇതെന്താണെന്നുള്ളത് അറിയാൻ പറ്റും തന്നെയാണ്. അജിംസ്, ഈ നേരത്തെ നമ്മൾ ഈ പോലീസ് റെക്കോർഡ് പ്രകാരമുള്ള പേരുകളാണ് പറഞ്ഞിരുന്നത്. അത് ഇവർ സാക്ഷി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അത് പോലീസിൽ നിന്ന് സ്ഥിരീകരണം ലഭിക്കണം. അവർ മറ്റ് 2 ആളുകൾ കൂടി ഉണ്ട്. ഈ നമ്മോട് സംസാരിച്ച ആളുകൾ ഈ പോലീസ് വിളിച്ച് സാക്ഷി ഒപ്പിടാൻ വന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച BJP പ്രവർത്തകരാണ്. അവർ BJPയുമായി ഈ സുരേഷിന് ബന്ധമില്ല എന്നവർ പറയുന്നു. എന്തായാലും അത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നേരത്തെ ഈ ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നീ ആളുകളാണ് നമ്മളോട് പ്രതികരിച്ച അവർ തങ്ങൾ സാക്ഷി ഒപ്പിടാൻ വന്നതാണ്, BJP പ്രവർത്തകരാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. സാജിദ്, അപ്പോൾ ഈ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്ന 3 പേരിൽ ഒരാൾ സുരേഷ് ആണെന്ന് ഉറപ്പിക്കാം. കാരണം സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ബാക്കി 2 പേർ ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതയാണ്. ഇപ്പോഴും അത് പറയാമെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ച ഒരു വിശദമായ ഒരു വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. പോലീസ് എഴുതി വെച്ചത് പ്രകാരം 3 പേരുകളാണ്. അതിൽ ഈ ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ ഈ ആളുകളാണ് നമ്മളോട് സംസാരിച്ച് അവരെ സാക്ഷി ഒപ്പിടാൻ വന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കസ്റ്റഡിയിൽ 2 പേരുണ്ട് പോലീസിന്റെ, ഈ സുരേഷിനെ കൂടാതെ. അവർ ആരാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് പഴയന്നൂരിൽ, ഈ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഈ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിന് നേരത്തെ കേസുള്ള 2 ആളുകളാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ശരി, പക്ഷെ അപ്പോഴും പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം സ്കൂളിൽ ബോംബ് പൊട്ടിയ സാഹചര്യത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കേസില്ല. ആ ബോംബ് ആരോടെ കൊണ്ടുവന്ന് വെച്ചു എന്നത് ഇനിയും പോലീസിന് അറിയില്ല. ഇപ്പോൾ പോലീസ് നടന്നൊരു പരിശോധനയിൽ ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ പന്നിപ്പടക്കം തോന്നുന്ന കുറച്ച് സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഈ ഡിറ്റനേറ്റർ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഡിറ്റനേറ്റർ പാറ പൊട്ടിക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വലിയ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും ബോംബ് ഉണ്ടാക്കാനൊക്കെ ഡിറ്റനേറ്റർ ഉപയോഗിക്കും. അപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തിലുള്ള സാമഗ്രികളാണോ ഇത് എന്ന ചോദ്യത്തിന് ഇനിയും മറുപടിയില്ല. സ്കൂളിൽ പൊട്ടിയ ബോംബ് ആരാണ് ആ ബോംബ് കൊണ്ടുവച്ചത് എന്നതിനെക്കുറിച്ചും ചോദ്യത്തിനും പോലീസിന് ഇതുവരെ ഒരു മറുപടിയുമില്ല, കാര്യമായ ഒരു ലീഡുമില്ല. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ ബോംബ് നിർമ്മിക്കുന്നവരാണോ, ഈ ഡിറ്റനേറ്ററുകൾ എന്തിനു ഉപയോഗിക്കുന്നതാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിന് RSSും BJPയുമായുള്ള ബന്ധം എന്താണ് എന്ന ചോദ്യവും വളരെ വളരെ പ്രസക്തമാണ്. എന്തായാലും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഈ ബോംബ് പൊട്ടി ഇത്രയും ആഴ്ചകൾക്ക് ശേഷവും പോലീസിന് കൃത്യമായ തുമ്പ് കിട്ടുകയോ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ ഇനിയും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകി.